ഞാൻ വായിച്ചിട്ടുള്ള ജീവചരിത്രങ്ങളിൽ വെച്ച് കവിത പോലെ സുന്ദരമായിട്ടുള്ളതും എന്നാൽ അത്രമേൽ ആഴത്തിൽ അറിവുകൾ പങ്കുവെക്കുന്നതുമായിട്ടുള്ള ഒരു പുസ്തകമാണ് നക്ഷത്രങ്ങളുടെ സ്നേഹമോചനം. ആ ഒരു പേര് കേട്ടിട്ടാണ് ഞാൻ ആ പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹമോചനം എന്ന ആ ഒരു പ്രയോഗം വളരെ മനോഹരമായിട്ടാണ്. ജീവചരിത്രങ്ങളൊക്കെ ഇത്ര സുന്ദരമായിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മളെ മലയാളികളെ പഠിപ്പിച്ചിട്ടുള്ളത് സാനുമാഷാണ്. കാരണം എപ്പോഴും വളരെ സുഖമില്ലാത്ത ഒരു വായന പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ജീവചരിത്രങ്ങൾ. സുഖമില്ലാത്ത വായന എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വായനയാണ് ജീവചരിത്രങ്ങളെ നമുക്ക് എപ്പോഴും തരുന്നത്. ആ ഒരു റിയലിസത്തിൽ തന്നെ ഭാവന കലർത്തിക്കൊണ്ട് ചരിത്രം കലർത്തിക്കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് നമ്മളെ വിരസതയുടെ മേഖലകളിലേക്ക് എത്തിക്കാതെ എത്ര സുന്ദരമായിട്ടാണ് മാഷ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ എടപ്പള്ളിയിൽ നടന്നു തീർന്ന ചങ്ങമ്പുഴയുടെ ജീവിതം, ജീവിച്ചു തീർന്ന ചങ്ങമ്പുഴയുടെ ജീവിതം അതിസുന്ദരമായി മാഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഫിക്ഷനൊക്കെ വായിക്കുന്ന പോലെ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. ചങ്ങമ്പുഴ ഈ എടപ്പള്ളിയിൽ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുളത്തിന്റെ വക്കത്ത് കൂടെ നടന്ന് പോയിക്കൊണ്ടിരുന്ന ചങ്ങമ്പുഴയെ മാഷ് അവതരിപ്പിക്കുന്നതും വായിക്കുമ്പോൾ ശരിക്കും ശ്രീകൃഷ്ണന്റെ ഒക്കെ ഒരു അവതരണം പോലെ ഗോപികമാരത്ത് മാഷ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഗോപികമാരത്ത് രാസലോലനായി ലീലാവിലസനായി നടക്കുന്ന ചങ്ങമ്പുഴയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാഷ് എഴുതിയിട്ടുണ്ട്. നമുക്കത് ശരിക്കും വായിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു വളരെ മനോഹരമായ ഒരു പിക്ചറൈസേഷൻ നമുക്കതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഞാൻ മാഷെടുത്ത് പിന്നെ CJ തോമസിന്റെ നായികമാരെ കുറിച്ചൊരു പഠനം തയ്യാറാണ്. തോമസ് മാത്യു മാഷ് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്. അപ്പൊ ഞാൻ വീണ്ടും ചെയ്തു മാഷുകാരെ, എനിക്കറിയാം CJ ആയിട്ടൊക്കെ മാഷുക്കുള്ള ആത്മബന്ധം ഭയങ്കര അധികമാണ്. എല്ലാ ദിവസവും മാഷ് വീട്ടിലെ ഒരു സന്ദർശകനായിരുന്നു CJ തോമസ്. ഇവര് തമ്മിൽ ആശയപരമായിട്ടും ബൗദ്ധികപരമായിട്ടും ഭാവനാപരമായിട്ടുമുള്ള തർക്കങ്ങളും ഒത്തുതീർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല മാഷ് അടുത്ത് ചെന്നിരിക്കുമ്പോൾ മാഷ് അത് വളരെ സൗമ്യമായി വളരെ ദീപ്തമായി നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇത് എഴുതാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ CJ തോമസിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാടകങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. സത്ശേഭയാണെങ്കിലും അതല്ല ഉറുപ്പുക എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും അവരൊന്നും ഒരു നാടകത്തിലെ മുഴുനീള കഥാപാത്രങ്ങളൊന്നുമല്ല. പക്ഷെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ് ആ സ്ത്രീകളെ കൊണ്ട് ചില സംഭാഷണങ്ങൾ CJ പറയിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് എന്താണെന്ന് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. CJയുടെ നാടകങ്ങളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഈ പഠിച്ചവരാരും തന്നെ CJയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ തൊട്ടിട്ടില്ല, പരാമർശിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. ആരും തന്നെ അത്ര ആഴത്തിൽ CJയുടെ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചുമൊക്കെ ധാരാളം പഠനങ്ങൾ ഗംഭീരം ഘോരഘോരം ആളുകൾ എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകളെ കുറച്ചങ്ങ് മാറ്റി നിർത്തിയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു CJയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CJ തന്നെ എഴുതിയിട്ടുണ്ട്. എന്റെ നായികമാർ എന്നൊരു ലേഖനമുണ്ട് CJക്ക്. ശരിയാണ്. CJയുടെ ഉപന്യാസ സമാഹാരം എടുത്ത് നോക്കുമ്പോൾ CJയുടെ ഉപന്യാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സമാഹാരം കേരള സാഹിത്യ അക്കാദമി ഇറക്കിയിട്ടുണ്ട്. അതിലുണ്ട് ഈ ലേഖനം. അപ്പൊ അതില് ശരിക്കും പറഞ്ഞാൽ വളരെ ഓർത്തഡോക്സ് ആയിട്ട് ഉള്ള ഒരു സ്ത്രീ ചിന്താഗതി, സ്ത്രീകളെ കുറിച്ച് വളരെ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു CJയെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ആവർത്തിച്ച് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു ഉപമ ആണിനെ തിന്നുന്ന പെൺചിലന്തി, അതായത് ആൺചിലന്തികളെ തിന്നുന്ന പെൺചിലന്തികളെ കുറിച്ച് CJ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു കൺസെപ്റ്റാണ് CJക്ക് ഉള്ളത്. ആൺചിലന്തികളെ തിന്നുന്ന പെൺചിലന്തികൾ CJക്ക് ഇഷ്ടമല്ലായിരുന്നു. CJക്ക് ദേഷ്യം വരുന്ന സ്ത്രീകളെയാണ് CJ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകൾ അതിൽ വ്യക്തമായിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞു തന്നത് മാഷാണ്. മാഷ് അത് എവിടെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഷ് അത് ഇങ്ങനെ ഓറലി സംസാരത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. മാഷ് പറഞ്ഞു തന്ന ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയത്. അത് സാഹിത്യ അക്കാദമി സാഹിത്യ ലോകത്തിൽ അത് വരെയുണ്ടായി. ഇങ്ങനെ കുറച്ച് രഹസ്യാത്മക വിനിമയങ്ങൾ നമുക്ക് എവിടെ നിന്നും
കിട്ടാത്ത കുറെ കാര്യങ്ങൾ മാഷ് എന്ന് പറയുന്ന ആ ഒരു എൻസൈക്ലോപീഡിയയിൽ നിന്ന് നേരിട്ട് എനിക്ക് അനുഭവിക്കാനും എഴുതാനും ഒക്കെ. ഞാനിത് കോളേജിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞപ്പോഴാണ് അവരൊക്കെ ഇങ്ങനെയൊരു ലേഖനത്തിനെ കുറിച്ചും ഇത്രത്തോളം എന്താ പറയുക ഭയങ്കരമായിട്ട് ഉത്പതിഷ്ഠമായിട്ടുള്ള ഒരാളാണ് CJ തോമസ്. പള്ളിക്കാരെ തിരസ്കരിച്ച തെമ്മാടിക്കുള്ളിൽ അടക്കം ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ പോലും ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇമാതിരി ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന വിപ്ലവകരമായ സത്യം പറഞ്ഞു തന്നത് സന്മാഷാണ്. ഒരു കാലം വരെ മലയാളികൾക്ക് അപ്രാപ്യമായിരുന്ന അപരിചിതമായിരുന്ന വെസ്റ്റേൺ ലിറ്ററേച്ചർ, വെസ്റ്റേൺ സാഹിത്യത്തിനെ മലയാളത്തിലേക്ക് പറിച്ചു മാറ്റി നട്ടത് മാഷാണ്. യുനെസ്കോവിന്റെയും മറ്റും പ്രബന്ധങ്ങളെ കുറിച്ചും ചിന്താധാരകളെ കുറിച്ചുമൊക്കെ മലയാളികൾ അറിയുന്നത് സാനുമാഷിലൂടെയാണ്. ഞങ്ങളൊക്കെ പഠിച്ചത് സാനുമാഷിന്റെ ലേഖനങ്ങളാണ്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എഴുതിയ അച്യുതൻ മാഷാണെങ്കിലും അത് കുട്ടികളുടെ ഇടയിലേക്ക്, കുട്ടികളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് സാനുമാഷാണ്. അതുപോലെ നാടകങ്ങൾ, ഇബ്സന്റെയൊക്കെ നാടകങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സാനുമാഷ്. ഞങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ 94, 96 കാലഘട്ടത്തിലെ MA പഠിക്കുമ്പോൾ അതായിരുന്നിരിക്കാം ഒരുപക്ഷെ സാനുമാഷിന്റെ അവസാനത്തെ അധ്യാപന രീതി. അതായത് ഒരു കോളേജിൽ പോയി മാഷ് പഠിപ്പിച്ചത് അവസാനം ഞങ്ങളെയാണ്. അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ഇബ്സനൊക്കെയാണ് മാഷ് ഞങ്ങളെ നാടകമാണ് മാഷ് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ എഴുത്തച്ഛനും ഗംഭീരമായിട്ട് മാഷ് പഠിപ്പിക്കുകയായിരുന്നു. കർണവർവാണ് മാഷ് എടുത്തത്. എന്നും എൻ്റെ ഉള്ളിലെ മാഷ് പഠിപ്പിച്ചു തന്ന ഓരോ വരികളുമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അധ്യാപികയായി NSS കോളേജിൽ പ്രവർത്തിക്കുന്നതിൻ്റെയും മുഖ്യമായിട്ടുള്ള ആലംബം മാഷ് തന്നെയാണ്. ഞാൻ 2010 ആ ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആദ്യം വിളിക്കുന്നത് സാനുമാഷിയാണ്. പക്ഷെ ഞാൻ NSS കോളേജിൽ ഇന്റർവ്യൂവിന് വന്നിരുന്നു. ഇന്റർവ്യൂ നന്നായിരുന്നു, എന്തെങ്കിലും നമുക്കൊരു സ്കോപ്പ് ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു NSS മാനേജ്മെന്റ് നമുക്ക് തരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് മാഷ് പറഞ്ഞു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അധീനെ വിളിക്കാം. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാഷ് എന്നെ വിളിച്ചു. ഞാൻ പണിക്കരോട് സംസാരിച്ചു. അധീനയുടെ ഇന്റർവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കോട്ട കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അധീനയ്ക്ക് തരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വിശ്വസിക്കാം എന്ന് മാഷനോട് പറഞ്ഞു. ആ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് ആണ് ഞാൻ NSS കോളേജിൽ 2011 ജോയിൻ ചെയ്യുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ഓർമ്മകളും എണ്ണിയാലൊടുങ്ങാത്ത സ്നേഹവും ഒക്കെയായി മാഷ് പോയിട്ടില്ല. മാഷ് എൻ്റെ ഉള്ളിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു തൂവുന്നുണ്ടെന്ന് എനിക്കറിയാം. മാഷിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട്